ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഒരു ചെറിയ കൺഫ്യൂഷൻ ആയിട്ടാണുള്ളത്. എൻ്റെ കൺഫ്യൂഷൻ നിങ്ങൾ വേണം മാറ്റിത്തരാൻ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ SLC എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏത് സ്ട്രീമാണ് എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഫുള്ളിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സയൻസ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഈ ഫുള്ള് ടോട്ടലി ബ്ലാങ്ക് ഔട്ട് ആയിട്ടാണല്ലേ. എന്നിട്ട് കുറേ ആളെടുക്കുന്നത് ഞാൻ ഇങ്ങനെ റിവ്യൂസ് ചോദിച്ചറിയണ്ടേ ഓരോ സ്ട്രീംസിനെ പറ്റിയിട്ട്. അപ്പം എനിക്ക് തോന്നി നിങ്ങളോടും കൂടി ഒന്ന് അഭിപ്രായമൊക്കെ ചോദിക്കാമെന്ന്. ഞാൻ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ഹ്യൂമാനിറ്റീസ് എടുത്തോന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. അമ്മ പറഞ്ഞ് ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി, അതാകുമ്പോൾ ഈസിയാണ് എന്നൊക്കെ. പക്ഷെ ഞാൻ വിചാരിക്കും ഹ്യൂമാനിറ്റീസ് നമ്മളിപ്പോൾ പറയുമ്പം തന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിലത്തെ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നത് അപ്പോൾ അയ്യോ ഹ്യൂമാനിറ്റീസാണ് ഇല്ലേക്ക്. ഇപ്പം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക കുറേ ആൾക്കാർ സയൻസ് ആണോ. അപ്പം എൻ്റെ മനസ്സിലാവും സയൻസ് വലിയ സംഭവമാണെന്നാണ്. ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ട് സയൻസ് എടുത്താലോ. അപ്പം അമ്മ പറഞ്ഞാൽ സയൻസ് ഏതായാലും നിന്നെ കൊണ്ട് പൊന്തില്ല. അത് എനിക്കും അറിയാം, എന്നെക്കൊണ്ട് ഒരിക്കലും ആവില്ല സയൻസ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എനിക്ക് ഒരിക്കലും പൊന്തില്ല. ബയോളജി പിന്നെയും ഓക്കെ, ഞാൻ എന്തെങ്കിലും ചെയ്യും. പക്ഷേ കെമിസ്ട്രി, ഫിസിക്സ് എനിക്ക് ഒരിക്കലും പറ്റാത്ത സംഭവം. അതില്ലാത്ത ഒരു കോഴ്സും ഇല്ല സയൻസിൽ. അതുകൊണ്ട് എനിക്ക് ബയോളജി, സയൻസ് ആ ഭാഗത്തോട്ടേ ഞാൻ നോക്കുന്നില്ല. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അതെനിക്ക് കുറച്ച് ടഫാണെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ എനിക്ക് നമ്മൾ 10ാം ക്ലാസ്സിൽ IT എനിക്ക് കുറച്ച് ടഫായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിലോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ തലവേദന. ഇതില്ലെങ്കിൽ ഞാൻ നോക്കുമായിരുന്നു. പക്ഷേ നമ്മൾ വെറുതെ ആവാത്ത പണി ചെയ്തിട്ട് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു സയൻസ് നോക്കണ്ട, എന്ന് വെച്ചാൽ കുറച്ച് ടഫാണ്, അറ്റ്ലീസ്റ്റ് ഒന്ന് നല്ല ഗ്രേഡ് കിട്ടാൻ കുറച്ച് ടഫാണ് എന്നൊക്കെ പറയും. അത്ര നല്ല ഹൈ ലെവൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ സയൻസൊക്കെ പറ്റൂ. എന്ന് വെച്ചാൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഞാൻ വലിയ പഠിപ്പിക്കുട്ടിയൊന്നുമല്ല. അപ്പം എന്നെക്കൊണ്ട് സയൻസ് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അമ്മ അത് തന്നെ പറഞ്ഞു. അമ്മ എന്നെ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല ഇതെടുക്കണം അതെടുക്കണം. അങ്ങനെ എൻ്റെ പാരൻസ് ആണെങ്കിൽ പപ്പയാണെങ്കിൽ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്കിഷ്ടമുള്ള നീ എടുത്തോന്നാണ്. ഞാനിപ്പോൾ കൊമേഴ്സ് എടുക്കണം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫുൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് ഗൈസ്. പിന്നെ ഇപ്പോൾ നമ്മളെ കൊമേഴ്സ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് മാത്സിന് വെച്ചാൽ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റാണ് മാത്സിന്. എനിക്ക് കണ്ണ് ദൃഷ്ടിച്ച് കണ്ടുകൂടാ ആ സബ്ജക്റ്റ്. പിന്നെ മാത്സ് ഇല്ലാത്ത കോഴ്സ് ഉണ്ട് നമ്മളെ കൊമേഴ്സിൽ. പക്ഷേ ഈ മാത്സ് ഇല്ലാത്ത ഈ ബിസിനസ് സ്റ്റഡീസ് അതൊക്കെ എനിക്ക് എന്താണ്, നമുക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ടൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് ബാക്ക് അടിക്കുന്നത് ഈ കൊമേഴ്സിലോട്ട്. അതാണ് ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നത്. എന്താ വെച്ചാൽ കൊമേഴ്സിനെ പറ്റിയിട്ട് എന്താണ്, ഈസിയാണോ സംഭവം, സബ്ജക്ട്സ് ഒക്കെ. അതാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ കൂടി ഞാൻ അപേക്ഷിക്കുന്ന കാര്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഏത് സബ് സ്ട്രീമാണ് ഏറ്റവും ഈസി, നല്ലോണം പഠിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഹ്യൂമാനിറ്റീസിലത്തെ കോഴ്സസ് എല്ലാം ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന സംഭവമല്ലോ ഈസിയാണോ. പിന്നെ ഇപ്പം ഞാൻ ഹ്യൂമാനിറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതെൻ്റെ അമ്മയാണ് ബാക്കിലിരിക്കുന്നത്. നിങ്ങളാരും പേടിക്കണ്ടേ, ഇനി പെട്ടെന്ന് പ്രേതം വന്നേന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വീഡിയോ വരും. അതുകൊണ്ട് പറഞ്ഞ ഞാൻ പറയാം, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് സോഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം പഠിക്കാൻ ഈസി ആയിട്ടുള്ള സംഭവം. എന്ന് വെച്ചാൽ വായിച്ച് മനസ്സിലാക്കിയാൽ മതി സോഷ്യൽ. പിന്നെ കുറച്ച് ചരിത്രമെല്ലാം അങ്ങ് അറിഞ്ഞു വെക്കുക. അതിൻ്റെ അകത്തും കുറേ സബ്ജക്റ്റ് ഉണ്ട്. അതൊന്നും എനിക്ക് മെയിൻ ഈ സംഭവം ഒന്നും അറിയില്ല. ശരിക്കും നേടിയിട്ട് ഞാൻ ഭയങ്കര പഠിപ്പിക്കാന്ന് ഇവരെ ഇങ്ങനെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, ഞാൻ സോഷ്യലെല്ലാം പഠിക്കും. പക്ഷേ മെയിൻ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ ടൈം വേണം ഈ സംഭവം എല്ലാം പഠിച്ചു തീർക്കുക. എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റാണ് ജോഗ്രഫി. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് തീർക്കാനുള്ള പ്രശ്നമാണ്. ഇപ്പോൾ 10ാം ക്ലാസ് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിന്. 21 ചാപ്റ്റർ കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു പ്രശ്നമില്ല. എനിക്ക് മെയിൻ ഈ കോഴ്സിനെ പറ്റിയിട്ടോ എന്തെല്ലാം സബ്ജക്റ്റ്, എങ്ങനെയെല്ലാം സബ്ജക്ട്സ് ഉണ്ടാവുക, ടഫാണോ ഈസിയാണോ ഒന്നും അറിയില്ല. അതാണ് ഞാനിങ്ങനെ വീഡിയോ ഇടാനുള്ള കാരണം. എന്താ വെച്ചാൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടാവും, സയൻസ് പഠിച്ചവരുണ്ടാവും, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം നമ്മളൊന്ന് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ബ്രദറുണ്ട്, എടുത്ത് ചാടിയിട്ട് വേഗം പോയിട്ട് കമ്പ്യൂട്ടറിൽ ചേർന്ന് അവസാനമായിട്ടൊന്നും പഠിക്കാൻ പറ്റാണ്ട് +1 കഴിഞ്ഞതിന് ശേഷം കൊമേഴ്സിലോട്ട് പോയി. എന്നിട്ടാണ് അത് ഇവിടെയല്ല കർണാടകയിലായിരുന്നു. എന്നിട്ട് കമ്പ്യൂട്ടറിന് കൊമേഴ്സ് പോയിട്ട് +2 ഒന്നും തിരിയാണ്ട് പക്ഷേ ഏറ്റവും ലാസ്റ്റ് എങ്ങനെയല്ലോ പഠിച്ച് ഡിസ്റ്റിങ്ഷനെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ആവാൻ പാടില്ലല്ലോ നമ്മളാരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ അലോട്ട്മെൻറ്റൊന്നും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ June 2 വരെ സമയമുണ്ട്. ഇനി അത് വരെ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ, എന്ത് ചെയ്യണം അറിയാണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന മുന്നേ എനിക്ക് തോന്നി നിങ്ങളോടൊന്ന് അഭിപ്രായം ചോദിക്കുന്നത് നല്ലതായിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങളൊക്കെ ഏത് സ്ട്രീമാണ് ചൂസ് ചെയ്തതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഏതാണ് ഈസിന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമ്മുടെ സീനിയേഴ്സ്, അതായത് +2 പഠിക്കുന്നവർ ഏതാണ് എടുത്തത്, നിങ്ങൾക്ക് എങ്ങനെയാണ് +1 ഒക്കെ ഉണ്ടായത്, അതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബി ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.